നമസ്കാരം. 2025 ഡിസംബർ 14 മുതൽ ഡിസംബർ 20 വരെയുള്ള വാരഫലത്തിലേക്ക് കടക്കാം. മേടക്കൂറ് അശ്വതി, ഭരണി, കാർത്തികയുടെ കാൽഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് തൊഴിൽ രംഗത്ത് നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. പ്രവൃത്തികളിലെല്ലാം വിജയമുണ്ടാകുന്നതാണ്. തൻ്റെ കഴിവുകൾ പ്രകടിപ്പിക്കാനാകും. ധനനേട്ടം, ശത്രുശല്യം കുറയാനും രോഗശമനവും ഉണ്ടാകും. ബുദ്ധിപൂർവം തീരുമാനങ്ങൾ എടുക്കാനാകും. ശമ്പള കുടിശ്ശിക ലഭിക്കും. വിദേശ സഹായം ലഭിക്കാം. വിദ്യാർത്ഥികൾ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഈ ആഴ്ചയിൽ വിവാഹകാര്യങ്ങൾക്ക് അനുകൂലമാണ്. പ്രണയിതാക്കൾക്കും ഗുണപ്രദമാണ്. രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും ജനങ്ങളുടെ അംഗീകാരം ലഭിക്കുന്നതാണ്. സന്താനങ്ങളുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം. മുറിവ്, ചതവ്, വീഴ്ച, പൊള്ളൽ എന്നിവ ഉണ്ടായേക്കാം. നേത്ര സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അച്ഛൻ്റെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധയുണ്ടാകണം. മഹാദേവന് ധാര സമർപ്പിക്കുകയും ശിവ അഷ്ടോത്തരം നിത്യവും ജപിക്കുന്നതും ഉത്തമമാണ്. വെള്ളിയാഴ്ച ദിവസം ഗുണപ്രദമാണ്. ഗണപതിക്ക് കറുകമാല സമർപ്പിക്കുകയും വിഷ്ണു സഹസ്രനാമം നിത്യവും ജപിക്കുകയും ചെയ്യുക. ഇടവക്കൂറ് കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് സാമ്പത്തിക നേട്ടമുണ്ടാകും. കർമ്മരംഗത്ത് നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. പ്രകടമായ മാറ്റങ്ങൾ കാണാനാകും. രോഗശമനം ഉണ്ടാകും. പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനാകും. ബിസിനസ് രംഗത്തു നിന്നും നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. സുഹൃത്തുക്കളും ബന്ധുക്കളുമായി നല്ല ബന്ധം പുലർത്താനാകും. ഇഷ്ടഭക്ഷണ സമൃദ്ധി, സുഹൃത്ത് സമാഗമം, ധനധാന്യാദി വസ്ത്രാഭരണാദി ലാഭം എന്നിവയും പ്രതീക്ഷിക്കാം. ഈ ആഴ്ചയിൽ വിവാഹകാര്യങ്ങൾ തീരുമാനമാകുന്നതാണ്. എന്നാൽ മറ്റുള്ളവരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. സുഖം, സന്തോഷം, സർവ്വവിധമായ സുഖപ്രാപ്തി, കേസുകളിൽ വിജയമുണ്ടാകാനും ഇടയുണ്ട്. വിദ്യാർത്ഥികൾ പഠനത്തിൽ കുറച്ച് ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട്. വീട്, ഭൂമി, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് ചിലവുകൾ വർദ്ധിച്ചു നിൽക്കും. കലാ സാംസ്കാരിക രംഗത്തുള്ളവർക്ക് അംഗീകാരങ്ങൾ ലഭിക്കുന്നതാണ്. പേശീവേദന, കാൽപാദങ്ങൾക്ക് വേദന എന്നിവ അനുഭവപ്പെടാം. അമ്മയുടെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധയുണ്ടാകണം. സുബ്രഹ്മണ്യസ്വാമിക്ക് പഞ്ചാമൃതം സമർപ്പിക്കുകയും ഓം ഗം ഗണപതിയെ നമ എന്ന ഗണപതി മന്ത്രം നിത്യേന ഉരുവിടുകയും ചെയ്യുക. മിഥുനക്കൂറ് മകയിരത്തിൻ്റെ ബാക്കി പകുതിയും തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് കർമ്മമേഖലയിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും. സാമ്പത്തിക നേട്ടമുണ്ടാകുന്നതിനും വിദേശ സഹായം ലഭിക്കുന്നതിനും ഇടയാകും. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ അവസരങ്ങൾ ഉണ്ടാകും. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാനാകും. എന്നാൽ പാർട്ട്നേഴ്സുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം. ഈ ആഴ്ചയിൽ വിവാഹകാര്യങ്ങൾക്ക് താമസം നേരിടുന്നതാണ്. സന്താനങ്ങൾക്ക് ചില അരിഷ്ടതകൾ ഉണ്ടായേക്കാം. ചില സന്ദർഭങ്ങളിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും നേരിടാം. മറ്റുള്ളവരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ചില മനപ്രയാസങ്ങൾക്ക് ഇടയാകും. വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും ജനങ്ങളുടെ അംഗീകാരം ലഭിക്കുന്നതാണ്. ശത്രുശല്യം വർദ്ധിക്കും. കടം വാങ്ങിയ തുക തിരികെ നൽകാനാകും. യൂറിനറി ഇൻഫെക്ഷൻസ് ഉണ്ടാകാൻ ഇടയുണ്ട്. അമ്മയുടെയും ജീവിത പങ്കാളിയുടെയും ആരോഗ്യം ശ്രദ്ധിക്കണം. വെള്ളിയാഴ്ച ദിവസം ദേവീക്ഷേത്ര ദർശനം, ഹനുമാൻ ചാലിസ നിത്യവും ജപിക്കുകയും ചെയ്യുക. കർക്കിടകക്കൂറ് പുണർദത്തിൻ്റെ അവസാന കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടകക്കൂറുകാർക്ക് അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടമുണ്ടാകും. വീട്, ഭൂമി, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും. സുഖം, സന്തോഷം, ഇഷ്ടഭക്ഷണ സമൃദ്ധി, കുടുംബസുഖം, ധനധാന്യാദി വസ്ത്രാഭരണാദി ലാഭം, ശത്രുനാശം എന്നിവയും പ്രതീക്ഷിക്കാം. സന്താനങ്ങൾക്ക് ചില അരിഷ്ടതകൾക്ക് ഇടയാകും. പുതിയ നിക്ഷേപങ്ങൾ ഉണ്ടാകും. വിദ്യാർത്ഥികൾ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. മറ്റുള്ളവരുടെ ചതിയിൽപ്പെടുന്നതിനും ധനനഷ്ടങ്ങൾ ഉണ്ടാകാനും ഇടയുള്ളതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും ജനങ്ങളുടെ അംഗീകാരം ലഭിക്കുന്നതാണ്. ആഡംബര വസ്തുക്കൾ ലഭിക്കുന്നതിനും പുതിയ ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതിനും ഇടയാകും. അച്ഛനോ അച്ഛൻ ബന്ധുക്കൾക്കോ ചില അരിഷ്ടതകൾക്ക് സാധ്യതയുണ്ട്. വിവാഹകാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ്. കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരും. ശ്വാസമുട്ട് പോലുള്ള അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം.
അച്ഛനമ്മമാരുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധയുണ്ടാകണം. നാഗങ്ങൾക്ക് വിളക്ക് വയ്ക്കുകയും ഓം ഗം ഗണപതയെ നമ എന്ന ഗണപതി മന്ത്രം നിത്യേന ഉരുവിടുകയും ചെയ്യുക. ചിങ്ങക്കൂർ മകം, പൂരം, ഉത്രത്തിൻ്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് സാമ്പത്തിക നേട്ടം വന്നുചേരും. കർമ്മരംഗത്ത് ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും. പ്രവർത്തന മേഖലയിൽ നിന്നും ധനനേട്ടമുണ്ടാകും. കടം കൊടുത്ത പണം തിരികെ ലഭിക്കുന്നതാണ്. കുടുംബത്തിൽ സുഖവും സന്തോഷവും സമാധാനവും ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ടു പോകാനാകും. സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാനാകും. സ്ത്രീകൾ മൂലം ചില നേട്ടങ്ങൾക്ക് ഇടയാകും. ബന്ധുമിത്രാദികൾ മൂലം ചില മനപ്രയാസങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. ഈ ആഴ്ചയിൽ വിവാഹകാര്യങ്ങൾക്ക് അനുകൂലമാണ്. പ്രണയിതാക്കൾക്കും ഗുണപ്രദമാണ്. ഭാര്യാഭർത്താക്കന്മാർ ഒന്നിച്ച് തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുന്നതാണ്. വീട്, ഭൂമി, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും. സഹോദര സഹായം ലഭിക്കും. രാഷ്ട്രീയക്കാർക്കും സാംസ്കാരിക രംഗത്തുള്ളവർക്കും ജനങ്ങളുടെ അംഗീകാരം ലഭിക്കും. അലർജി പ്രശ്നങ്ങൾ അലട്ടാനിടയുണ്ട്. ഉദരക്ലേശങ്ങൾക്കും ഇടയുണ്ട്. സുബ്രഹ്മണ്യ സ്വാമിക്ക് നെയ്വിളക്ക്, അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം എന്നിവ സമർപ്പിക്കുക. കന്നിക്കൂർ ഉത്രത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം, അത്തം, ചിത്രയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് കർമ്മരംഗത്ത് പ്രകടമായ മാറ്റങ്ങൾ കാണാനാകും. അർപ്പണ മനോഭാവത്തോടെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതാണ്. എന്നാൽ ബിസിനസ് രംഗത്ത് അല്പം ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട്. സഹോദരങ്ങളിൽ നിന്നും സഹായങ്ങൾ ഉണ്ടാകും. പേരും പ്രശസ്തിയും ഉണ്ടാകും. സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ അധികാരികളിൽ നിന്നും നേട്ടങ്ങളും ഉണ്ടാകും. ഇഷ്ടഭക്ഷണ സമൃദ്ധി, ധനധാന്യാദി വസ്ത്രാഭരണാദി ലാഭം എന്നിവയും പ്രതീക്ഷിക്കാം. ബന്ധുക്കളുമായി വാഗ്വാദങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. സജ്ജന സംസർഗത്താൽ നല്ല നേട്ടങ്ങൾ ഉണ്ടാകും. വീട്, ഭൂമി, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. കടം വാങ്ങിയ തുക തിരികെ നൽകാനാകും. വിവാഹ കാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ്. പ്രണയിതാക്കളുടെ ഇടയിലും ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിലും ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട്. പങ്കാളിക്ക് ചില ക്ലേശങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. ദൂരദേശ യാത്രകളിലും ശ്രദ്ധയുണ്ടാകണം. അമ്മയുടെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധിക്കണം. ജലജന്യ രോഗങ്ങൾ അലട്ടാനിടയുണ്ട്. സുബ്രഹ്മണ്യ സ്വാമിക്ക് യഥാശക്തി വഴിപാടുകൾ സമർപ്പിക്കുകയും മഹാവിഷ്ണുവിന് സഹസ്രനാമ അർച്ചന എന്നിവ സമർപ്പിക്കുക. തുലാക്കൂർ ചിത്തിരയുടെ ബാക്കി പകുതിയും ചോതി, വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാക്കൂറുകാർക്ക് ചെയ്യുന്ന പ്രവൃത്തികളിലെല്ലാം വിജയമുണ്ടാകും. വീട്, ഭൂമി, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും. ദൂരദേശ യാത്രകൾ വേണ്ടി വരുന്നതാണ്. യാത്രകൾ പ്രയോജനപ്രദമാകും. പിതൃസ്വത്ത് സ്വന്തം പേരിലാകും. രോഗശമനം, മനസ്സമാധാനം, ശത്രുനാശം, സ്ഥാനമാന ലാഭങ്ങൾ, ലോക ബഹുമാനം എന്നിവ ഉണ്ടാകും. സുഹൃത്തുക്കൾ മൂലം ചില നേട്ടങ്ങൾ ഉണ്ടാകാം. സുഖം, ഉത്തമ ആഹാരം, വസ്ത്രാഭരണാദി ലാഭം എന്നിവയും പ്രതീക്ഷിക്കാം. സജ്ജനങ്ങളുടെ സഹവാസം മൂലം ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. സന്താനങ്ങൾ മൂലം സന്തോഷാനുഭവങ്ങളും വന്നുചേരും. ഇതുവരെ ലഭിക്കാതിരുന്ന ധനം കൈവശം വന്നുചേരുന്നതാണ്. അച്ഛൻ ബന്ധുക്കൾ മൂലം ചില പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാകും. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ് വഴി ജോലി ലഭിക്കുന്നതിനും ഇടയാകും. ധനച്ചിലവുകൾ വർദ്ധിച്ചു നിൽക്കും. സ്കിൻ ഡിസീസസ് അലട്ടാനിടയുണ്ട്. ഭയം നിലനിൽക്കും. അയ്യപ്പസ്വാമിക്ക് യഥാശക്തി വഴിപാടുകൾ സമർപ്പിക്കുകയും നാഗങ്ങൾക്ക് വിളക്ക് വയ്ക്കുകയും ചെയ്യുക. വൃശ്ചികക്കൂർ വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചികക്കൂറുകാർക്ക് കർമ്മരംഗത്ത് ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടാകും. ജീവിത പങ്കാളിയിൽ നിന്നും നേട്ടങ്ങൾ ഉണ്ടാകും. ധനധാന്യാദി വസ്ത്രാഭരണാദി ലാഭം, സുഖം, ശത്രുനാശം എന്നിവ പ്രതീക്ഷിക്കാം. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാനാകും. വിദേശ സഹായം ലഭിക്കും. ഈ ആഴ്ചയിൽ വിവാഹകാര്യങ്ങൾ തീരുമാനമാകാനിടയുണ്ട്. പ്രണയിതാക്കൾക്കും ഗുണകരമാണ്. ലോണുകളും ചിട്ടികളും ലഭിക്കും. ബന്ധുക്കളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട്. കടുത്ത വാക്കുകൾ ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. സന്താനങ്ങൾ മൂലം മനപ്രയാസങ്ങൾക്കും ഇടയാകും. കേസ് വഴക്കുകൾ വന്നു പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വീട്, ഭൂമി, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും. ഭാര്യാഭർത്താക്കന്മാർ ഒന്നിച്ച് ചില തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ടു പോകുന്നതാണ്.
രാഷ്ട്രീയക്കാർക്കും കലാ സാംസ്കാരിക രംഗത്തുള്ളവർക്കും മറ്റുള്ളവരുടെ അംഗീകാരങ്ങൾ ലഭിക്കുന്നതാണ്. ശാരീരിക ക്ലേശങ്ങൾ ഉണ്ടാകാം. വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. തൈറോയിഡ് പോലുള്ള രോഗങ്ങൾക്ക് ഇടയാകും. മഹാവിഷ്ണുവിന് സഹസ്രനാമ അർച്ചന, സർപ്പപൂജ, ഹനുമാൻ ചാലിസ നിത്യവും ജപിക്കുകയും ചെയ്യുക. ധനുക്കൂറ് മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ കാൽഭാഗം ചേർന്ന ധനുക്കൂറുകാർക്ക് നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനാകും. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ ഉതകുന്ന ആഴ്ചയാണ്. കർമ്മരംഗത്ത് നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. അപ്രതീക്ഷിതമായ ധനാഗമനം വന്നു ചേരും. വീട്, ഭൂമി, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും. ഗൃഹോപകരണങ്ങൾ വാങ്ങാനാകും. സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ്. ഈ ആഴ്ചയിൽ വിവാഹ കാര്യങ്ങൾക്ക് അനുകൂല നീക്കങ്ങൾ ഉണ്ടാകുന്നതാണ്. പ്രണയിതാക്കൾക്കും ഗുണപ്രദമാണ്. അച്ഛൻ ബന്ധുക്കൾ മൂലം ചില ക്ലേശങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. സുഹൃത്ത് സഹായം പ്രതീക്ഷിക്കാം. ദൂരദേശ യാത്രകൾ വേണ്ടിവരും. ധനച്ചിലവുകളും വർദ്ധിച്ചു നിൽക്കും. മാതാപിതാക്കളുമായി ഒന്നിച്ച് നല്ല സ്നേഹബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും. സന്താനങ്ങളുടെ ഉയർച്ചയ്ക്കായി പ്രയത്നിക്കേണ്ടി വരും. രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും ജനങ്ങളുടെ ഇടയിൽ നല്ല മതിപ്പ് ഉളവാകും. ഉഷ്ണരോഗങ്ങളും നെഞ്ചരിച്ചിൽ പോലുള്ള അസ്വസ്ഥതകളും ഉണ്ടാകാൻ ഇടയുണ്ട്. അച്ഛൻ്റെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കണം. മഹാദേവന് ധാര, സുബ്രഹ്മണ്യ സ്വാമിക്ക് യഥാവിധി വഴിപാടുകളും ശനി ഗായത്രി നിത്യവും ജപിക്കുകയും ചെയ്യുക. മകരക്കൂറ് ഉത്രാടത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് ധനമിടപാടുകളിൽ ശ്രദ്ധയുണ്ടാകണം. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്നതാണ്. പ്രവർത്തനങ്ങളിലെല്ലാം വിജയം കാണാനാകും. ധനധാന്യാദി വസ്ത്രാഭരണാദി ലാഭം, ഇഷ്ടഭക്ഷണ സമൃദ്ധി, അപ്രതീക്ഷിതമായ ധനനേട്ടങ്ങൾക്കും ഇടയാകും. വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അനുകൂല ആഴ്ചയാണ്. പ്രണയിതാക്കൾക്കും ഗുണപ്രദമാണ്. സർവകാര്യ വിജയം, വീട്, ഭൂമി, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും. സ്ഥാനമാന ലാഭം, പ്രശംസ പിടിച്ചു പറ്റുന്നതിനും കാര്യവിജയം, അധികാരപ്രാപ്തി, സുഖം, സന്തോഷം എന്നിവ പ്രതീക്ഷിക്കാം. ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. വീട്ടിൽ ഒരു മ്ലാനത അനുഭവപ്പെടുന്നതാണ്. ബന്ധുമിത്രാദികളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. ധനച്ചിലവുകളും ഉണ്ടാകും. ശ്വാസമുട്ട് പോലുള്ള അസ്വസ്ഥതകളും ഉദരക്ലേശങ്ങളും ഉണ്ടാകാനിടയുണ്ട്. അച്ഛൻ്റെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധയുണ്ടാകണം. നാഗങ്ങൾക്ക് വിളക്ക് വയ്ക്കുകയും ഗണപതിക്ക് കറുകമാല സമർപ്പിക്കുകയും വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക. കുംഭക്കൂറ് അവിട്ടത്തിൻ്റെ അവസാന പകുതിയും ചതയം, പൂരുരുട്ടാതിയുടെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് ഭാഗ്യാനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ്. അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടം ഉണ്ടാകും. സഹോദരങ്ങളുടെ സഹായം ലഭിക്കും. സർക്കാർ ആനുകൂല്യങ്ങളും ലഭിക്കുന്നതാണ്. കാര്യസാധ്യം, കർമ്മരംഗത്ത് സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതിനും അഭിമാനിക്കാവുന്ന പല നിമിഷങ്ങളും ഉണ്ടാകുന്നതാണ്. ധനധാന്യാദി വസ്ത്രാഭരണാദി ലാഭം, സർവകാര്യ വിജയം, വീട്, ഭൂമി, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും. ആഡംബര വസ്തുക്കൾ ലഭിക്കുന്നതാണ്. പുതിയ ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതിനും സുഖസൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതുമാണ്. ഉത്തമ ആഹാരം സ്ത്രീകൾ മൂലം നേട്ടങ്ങൾക്കും ഇടയാകും. എന്നാൽ ബന്ധുക്കളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കണം. സന്താനങ്ങളുടെ നേട്ടങ്ങളിൽ സന്തോഷിക്കാനാകും. ദൂരദേശ യാത്രകൾ വേണ്ടിവരും. ഉദരക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട്. തൊണ്ടവീക്കം, തൈറോയിഡ് പോലുള്ള രോഗങ്ങൾ അലട്ടാനിടയുണ്ട്. അപവാദങ്ങൾ കേൾക്കാനിടയുള്ളതിനാൽ കുറച്ച് ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം, ഗണപതിക്ക് നാളികേരം ഉടയ്ക്കുകയും ചെയ്യുക. മീനക്കൂറ് പൂരുരുട്ടാതിയുടെ അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് കർമ്മരംഗത്ത് ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും. കഠിന പ്രയത്നം തന്നെ വേണ്ടി വരുന്നതാണ്. അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടമുണ്ടാകും. അധികാരികളിൽ നിന്നും നേട്ടങ്ങളും വന്നു ചേരും. ബന്ധുസമാഗമം, നല്ല ആരോഗ്യം, പുതിയ സ്നേഹബന്ധം ഉടലെടുക്കുന്നതിനും ഇടയാകും. വീട്, ഭൂമി, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. സുഖം, സന്തോഷം, സന്താനഭാഗ്യം എന്നീ നല്ല ഫലങ്ങളും ഉണ്ടാകുന്നതാണ്. സ്ത്രീകൾ മൂലം മനപ്രയാസങ്ങൾക്ക് ഇടയാകും. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും. വിദേശ സഹായങ്ങൾ ലഭിക്കും. ദൂരദേശ യാത്രകൾ വേണ്ടിവരും.
ചില സന്ദർഭങ്ങളിൽ അപവാദങ്ങൾ കേൾക്കുന്നതിനും ഇടയാകും. ബന്ധുക്കളുമായി ചില അകൽച്ചകൾക്ക് സാധ്യത കാണുന്നുണ്ട്. അച്ഛൻ്റെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധയുണ്ടാകണം. ജലജന്യ രോഗങ്ങൾ അലട്ടാനിടയുണ്ട്. ശാരീരിക ക്ലേശങ്ങൾ ഉണ്ടാകുന്നതിനും നെഞ്ചരിച്ചിൽ പോലുള്ള അസ്വസ്ഥതകൾക്കും ഇടയാകും. മുറിവുകൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. സുബ്രഹ്മണ്യസ്വാമിക്ക് യഥാവിധി വഴിപാടുകൾ സമർപ്പിക്കുകയും മഹാദേവന് കൂവളത്തില കൊണ്ട് അർച്ചന സമർപ്പിക്കുകയും ചെയ്യുക. ഹനുമാൻ ചാലിസ നിത്യവും ജപിക്കുന്നതും ഉത്തമമാണ്.